ഇതിനു മുമ്പ് പലതവണ ഞാൻ ബസ്സിൽ ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല മഴയും തണുപ്പും കൂടാത്ത AC ബസ്സും. എനിക്കാണ് ചുമ്മാ അങ്ങ് മുള്ളാൻ മുട്ടുവാന്നേ. ബസ്സിൽ കയറിയപ്പോൾ തന്നെ ഒരു 2 തവണ ഞാൻ ബസ് നിർത്തിപ്പിച്ച് പോയി മുള്ളി. ഇപ്പോൾ ഒരു 3 മണിയായി കാണും രാവിലെ. എല്ലാവരും ബസ്സിൽ ഭയങ്കര ഉറക്കമാണ്. ഞാൻ മാത്രം വെളിയിൽ പോയി മുള്ളിയിട്ടൊരു ചൂട് ചായയൊക്കെ കുടിച്ച് ബസ്സിൽ കയറി. വെളുപ്പിന് 6 മണിയായപ്പോൾ പിന്നെയും പണ്ടാരം പിടിക്കാൻ എനിക്ക് മുള്ളാൻ മുട്ടുക. എനിക്ക് നല്ലതുപോലെ മനസ്സിലായി, ഇനി എന്തായാലും ഞാൻ ഡ്രൈവറിനോട് എന്ന് വണ്ടി നിർത്താൻ പറഞ്ഞ് അവർ ഉറപ്പായിട്ടും എന്നെ ഇറക്കി വിടും. അതുകൊണ്ട് തൊട്ടപ്പുറത്ത് കിടന്ന ഒരു കൊച്ചിനെ ഞാൻ വിളിച്ചിട്ട്, മോൾക്ക് മുള്ളാൻ മുട്ടുന്നുണ്ടോ? ആ കൊച്ചെന്നെ വല്ലാത്തൊരു നോട്ടം. ഞാൻ എൻ്റെ അവസ്ഥയൊക്കെ ആ കൊച്ചിനെ പറഞ്ഞ് ബോധിപ്പിച്ചു. ആ കൊച്ചങ്ങനെ എനിക്ക് വേണ്ടിയിട്ട് പാവം ഫ്രണ്ടിൽ ചെന്ന് ഡ്രൈവറോട് പറഞ്ഞപ്പോൾ ആ ഡ്രൈവർ പറയുക, ഒരു കൊച്ചു കാരണം ഇപ്പം തന്നെ ബസ് ലേറ്റായി, അതുകൊണ്ട് ഇനി ഇപ്പോൾ അവിടെ ചെല്ലാതെ വണ്ടി നിർത്താൻ പറ്റത്തില്ലെന്ന്. പിന്നെ ഞാനും ആ കൊച്ചും കൂടി ഭയങ്കര ചർച്ചയിലായിരുന്നു. എനിക്കെന്തുകൊണ്ട് കൂടെ മുള്ളാൻ മുട്ടുന്നു, എന്തുകൊണ്ട് ആ കൊച്ചിന് ഇതുവരെ മുള്ളാൻ മുട്ടിയില്ല. അങ്ങനെ ചർച്ച നീണ്ടുപോയ സമയം അറിഞ്ഞേയില്ല. ഞങ്ങളങ്ങനെ നല്ല കമ്പനിയായി. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു, കുറേ സെൽഫി എടുത്തു, വീഡിയോസ് എടുത്തു. അവളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നോണ്ടാന്ന് തോന്നുന്നു എനിക്ക് പിന്നെ മുള്ളാനുള്ള ആ ഒരു ടെൻഡൻസി അങ്ങ് പോയി. അങ്ങനെ അവളുടെ സ്റ്റോപ്പ് എത്തി. അവൾ എനിക്ക് ടാറ്റാ ബൈ ബൈ തന്നിട്ട് പോയി ഗൈസ്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് മുള്ളാൻ മുട്ടുന്നു പണ്ടാരം. പിന്നെ ഒരു അടുത്ത 2 സ്റ്റോപ്പ് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ സ്റ്റോപ്പ് എത്തി. ഞാൻ ഇറങ്ങി. ആദ്യമേ തന്നെ ഒരു പബ്ലിക് ടോയ്ലറ്റിൽ പോയി. പിന്നെ ഞാൻ റാപ്പിഡോ ബുക്ക് ചെയ്ത് സമാധാനമായിട്ട് വീട്ടിൽ പോയി. ഇത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ്. ഇതുകൊണ്ടൊരു കാര്യം ഞാൻ പഠിച്ചു, ഇനി മേലാൽ മഴ സമയത്ത് അതും AC ബസ്സിൽ ഞാൻ ട്രാവൽ ചെയ്യത്തില്ലെന്ന്.